ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കേരള പി സി ടോക്സ്. സോ ഒരു 10-15 ദിവസമായി നമ്മൾ ലോങ് വീഡിയോ ചെയ്തിട്ട് ഫുള്ള് മടിയായി പോയി. കുറച്ച് ഗ്യാപ്പ് വന്നു. എനിക്ക് ഡിഗ്രീൻ്റെ എക്സാം ഒക്കെ തുടങ്ങാനായി. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ടേബിളിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട്, പക്ഷെ എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം തന്നെ ഇതൊക്കെ വൃത്തിയാക്കിയിട്ട് വീഡിയോയിലോട്ട് പോവാം. പക്ഷെ എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. കാരണം ഞാൻ മുന്നേ ഒരു ഗിവ് അവേയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് കൊടുക്കാൻ തീരുമാനിച്ചു. അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. പിന്നെ വേറൊരു ബുക്ക് ഇവിടെ സൈഡിൽ ഇരിക്കുന്ന ഈ ബുക്കില്ലേ, ആ ബുക്കിന്റെ കാര്യം കൂടി ഞാൻ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇപ്പോൾ 90K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. 19,000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഈ മുന്നത്തെ ഏതോ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നല്ലെങ്കിൽ 25K അല്ലെങ്കിൽ 20K ആ സമയത്ത് ഒരു ഗിവ് അവേ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ 20K ആവണ സമയത്ത് ഗിവ് അവേ ചെയ്യാമെന്ന് വിചാരിച്ചു. 2 പേർക്കായിരിക്കും ഗിവ് അവേ ഉണ്ടാവുക. അതിൽ എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കായിരിക്കും കൊടുക്കുക. അതായത് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കണം. കാരണം സബ്സ്ക്രൈബേഴ്സ് അല്ലാത്തവർക്ക് കൊടുക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട്. കാരണം അത്രയും പേര് എന്നെ ഫോളോ ചെയ്യുന്ന സമയത്ത് ഫോളോ ചെയ്യാത്ത ഒരാൾക്ക് കൊടുക്കുന്നത് ശരിയല്ലല്ലോ എന്നൊരു തോട്ട് എനിക്ക് വന്നു. അതുകൊണ്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കണം. പിന്നെ വേറൊരു കാര്യം, ഈ സബ്സ്ക്രൈബേഴ്സ് ആണ് എന്ന് നമുക്ക് അറിയുമോ ചിലർ ചോദിക്കും. എനിക്കറിയാൻ പറ്റും. എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ പേര് എനിക്ക് ഓൾറെഡി യൂട്യൂബിൽ കാണാൻ പറ്റും. നിങ്ങൾക്ക് പേഴ്സണലായിട്ട് കാണാൻ പറ്റും. നിങ്ങൾക്ക് കാണില്ലെങ്കിൽ എനിക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ഐഡിയയും കാര്യങ്ങളൊക്കെ എനിക്ക് കാണാൻ പറ്റും എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ. ഓക്കെ, ഇപ്പോൾ 2 പേർക്കായിരിക്കും ഗിവ് ഉണ്ടാക്കുക. ഒരാൾക്ക് PC പള്ളിക്കൂടത്തിൻ്റെ SCRT ബുക്കായിരിക്കും. ഒന്നല്ലെങ്കിൽ ഈ കോംബോ ആയിരിക്കും, അല്ലെങ്കിൽ ഈ കോംബോ ആയിരിക്കും. ഇതിലേതാണെന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഇതായിരിക്കും. ഓക്കെ, ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് ഞാനത് കമൻറ്റ് പിക്കർ വഴിയായിരിക്കും സെലക്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അവരുടെ അടുത്ത് സെലക്ട് ചെയ്തതിന് ശേഷം എനിക്ക് ഞാനൊരു മെയിൽ ID കൊടുക്കാം. അതിലോട്ടായിരിക്കും നിങ്ങൾ മെയിൽ ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുക, അവർക്ക് ഏതാണ് ബുക്ക് ആവശ്യം എന്നുള്ളത് ഞാനത് ഈ ഒരു പള്ളിക്കൂടത്തിൻ്റെ ബുക്കിൽ നിന്ന് സെലക്ട് ചെയ്യും. ഇനി രണ്ടാമത്തെ ആൾക്ക് ഈ ഒരു ക്ലോക്കും ഈ ഒരു പെൻ ഹോൾഡറും പിന്നെ സ്റ്റിക്കി നോട്ടും, ഈ 3 ആയിരിക്കും കൊടുക്കാൻ ഞാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇത് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ വഴികെ പറയുന്നതായിരിക്കും. അപ്പോൾ മനസ്സിലായല്ലോ അല്ലേ? ഞാനിപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോ എടുത്തിട്ട് ഒരു ടച്ചൊക്കെ വിട്ടു, എന്താണെന്നൊന്നും അറിയില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇതാണ് ഇപ്പോൾ ഞാൻ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിലെന്തെങ്കിലും ചേഞ്ച് വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അതിൽ ബുക്സ് എന്തെങ്കിലും മാറ്റണമെന്നുണ്ടെങ്കിൽ കേട്ടോ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ വേറൊരു കാര്യം, ഇതൊക്കെ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളതാണ്, ഇതാണ് കൊടുക്കണതെന്ന് ചിലർ ചോദിക്കും. അല്ല, ഞാൻ പുതിയത് വാങ്ങിച്ചിട്ടായിരിക്കും കൊടുക്കുക. ആ സമയത്ത് ഞാൻ ഇവിടെ നാട്ടിൽ ഉണ്ടാവുമോ ഇല്ലെന്ന് എനിക്കറിയില്ല. അത് ഞാൻ വരും വീഡിയോസിൽ ഞാൻ പറയാം. അപ്പോൾ ഞാൻ അവിടെ നിന്നായിരിക്കും അയക്കുണ്ടാവുക. മനസ്സിലായല്ലോ അല്ലേ? ഏകദേശം ഒരു രൂപമൊക്കെ ഞാൻ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓരോ ഗിവ് അവേ കൊടുക്കാമെന്ന് വിചാരിക്കേണ്ടത് 2 പേർക്കായിരിക്കും, എൻ്റെ ഫോളോവേഴ്സ് ആയിരിക്കും. അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ വീഡിയോയിലോ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന വീഡിയോസിലോ നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് നിങ്ങളുടെ പേര്, നിങ്ങളുടെ 2 ഫ്രണ്ടിൻ്റെ പേര്, ഗിവ് അവേ വേണ്ടവരുടെ തട്ടോ ഞാൻ പറയുന്നത്, നിങ്ങളുടെ പേരും നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ പേരും കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? വേറെ ഒന്നുമില്ല. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് അത് പറയണം ഇത് പറയണം എന്ന് ഞാൻ പറയില്ല. ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ പേര് അല്ലെങ്കിൽ നിങ്ങളുടെ 2 ഫ്രണ്ട്സിൻ്റെ പേര്. ഓക്കെ അല്ലേ? അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട 2 കമൻ്റ് ആയിരിക്കും ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഓക്കെ, എല്ലാം പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ വേറൊരു കാര്യം, ഇത് ഗിവ് അവേ ഒന്നുമല്ല. ഇത് ഒരു സിവിൽ പോലീസ് ഓഫീസറുടെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ്. 20 ഉണ്ടാവും. പഴയതാണ് കേട്ടോ. ഓക്കെ, പ്രൈം PSCയുടെ ആണ്. പിന്നെ ഇതിൻ്റെ കൂടെ OMR ഷീറ്റും കൂടെ കുറച്ച് അവൈലബിൾ ആയിരിക്കും. ഞാൻ ഇത് യൂസ് ചെയ്തിട്ടില്ല, OMR ഷീറ്റ് യൂസ് ചെയ്തിട്ടില്ല. അല്ലാത്ത ചോദ്യങ്ങൾ മാത്രമാണ് ഞാൻ എടുക്കുന്നത്. ഇവിടെ കറയൊക്കെ ആയിട്ടുണ്ട്, ഞാൻ യൂസ് ചെയ്തതിൻ്റെ കുഴപ്പമാണ്. ഓക്കെ, ആ സമയത്ത് എന്തോ വാങ്ങിച്ചൊരു ബുക്കാണ്. അപ്പം ഇത് ആവശ്യമുള്ളവർ എന്ത് ചെയ്യുക, എൻ്റെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഏതെങ്കിലും ഒരു വീഡിയോയുടെ താഴെ CPO ബുക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യുക. അത് ആവശ്യം ചിലവർക്ക് ഉണ്ടാവില്ലായിരിക്കും, കയ്യിലുണ്ടാവുമായിരിക്കും, ചിലവർക്ക് ഉണ്ടാവില്ല. ആവശ്യമുള്ളവർ മാത്രം ചോദിക്കുക കേട്ടോ. യൂസ്ഫുൾ ആവുമെന്ന് വെച്ചിട്ടാണ് ഞാൻ തരുന്നത്. സ്പെഷ്യൽ ടോപ്പിക്ക് വ്യത്യാസം ഉണ്ടാവും, ബാക്കി അല്ലാത്ത ചോദ്യങ്ങളും പിന്നെ ഈ OMR ഷീറ്റും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അത് ഞാൻ നോക്കിയിട്ട് നിങ്ങൾക്ക് അയച്ചു തരാം. എങ്ങനെയാണ് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഞാൻ റിപ്ലൈ എന്തായാലും തരുന്നതായിരിക്കും. വേണ്ടവരും കേട്ടോ. ഞാൻ ഇത് ഗിവ് അവേ ആയിട്ടൊന്നും ചെയ്യണതല്ല. എൻ്റെ അടുത്ത് ബുക്ക് ഉണ്ട്, ഞാൻ യൂസ് ചെയ്യാത്തതുകൊണ്ട് വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് തരികയാണ്. നീടുള്ളവർ ചോദിക്കുക. ഓക്കെ അല്ലേ? ഓക്കെ.
അപ്പോൾ ഈ ഗിവ് കാര്യമൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇത് വേറൊരു ദിവസത്തെ വീഡിയോ ആണ്. പിന്നെ PSC ബുള്ളറ്റിനാണ് ഇപ്പോൾ ഈ കാണുന്ന എൻ്റെ കയ്യിലിരിക്കുന്നത്. ഞാൻ അതെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ 2024-25 മുതൽ 26 ഇപ്പോൾ മാർച്ച് വരെയുള്ളത് എൻ്റെ കയ്യിലുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ കറണ്ട് അഫയേഴ്സ് മാത്രം ഉണ്ടാവുമല്ലോ. കറണ്ട് അഫയേഴ്സ് ബാക്കിൽ ആനുകാലികം പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാവും. പിന്നെ 2026 ജനുവരിയിൽ സ്പെഷ്യൽ എഡിഷൻ പറഞ്ഞിട്ട് കറണ്ട് അഫയേഴ്സ് ഒരുപാട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു വർഷത്തെ മൊത്തമാണ് തോന്നുന്നുണ്ട്, അതും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ അത് എന്ത് ചെയ്യുന്നറിയോ, വെട്ടിയിട്ട് ആ ഒരു പേജ് മാത്രം വെട്ടിയിട്ട് 2024 വേറെ, 25 വേറെ, 26 വേറെ ആക്കുകയാണ്. അതിന് വേറൊരു റീസൺ ഉണ്ട്. റീസൺ ഒന്നുമില്ല, നമുക്ക് എവിടേക്കെങ്കിലും എടുത്തിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അത് എടുത്തിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തിട്ട് പോകുന്നുണ്ട്. അത് ഞാൻ വരും വീഡിയോസിൽ ഞാൻ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞു കുറച്ചു കാര്യങ്ങളുണ്ട്, എന്തായാലും അപ്ഡേറ്റ് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് ട്രാവൽ ചെയ്യുമ്പോൾ ഒക്കെ നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങളൊക്കെ നമ്മൾ എവിടെ പോയി നിൽക്കുകയാണെങ്കിൽ കയ്യിൽ വെക്കാലോ. വെറുതെ PDF എനിക്ക് ഫോണിൽ നോക്കിയിട്ട്, ഈ കറണ്ട് അഫയേഴ്സ് എനിക്ക് ഫോണിൽ നോക്കിയിട്ട് പഠിക്കുന്നത് ഇഷ്ടമല്ല. ഓൾറെഡി ക്ലാസ് ഒക്കെ ഫോണിൽ തന്നെയാണ്, ഫോണ് ടാബ് അങ്ങനെ മാറി മാറി കാണും. പക്ഷെ ഈ കറണ്ട് അഫയേഴ്സ് ഒക്കെ ഓൾറെഡി നമുക്ക് പേപ്പർ കയ്യിലുണ്ട്. പിന്നെ എന്തിനാ വെറുതെ ഫോൺ നോക്കിയിട്ട് നമ്മുടെ കണ്ണൊക്കെ വെറുതെ കേടുവരുത്തുന്നത് എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, എനിക്ക് കൊണ്ടുപോകാനും കൂടെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. 2000 അങ്ങനെ ഇയർ തരംതിരിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂസ്ഫുൾ ആയിരിക്കുമല്ലോ. വെറുതെ എഴുതിയിട്ടും സമയം കളയണ്ട. ഞാൻ പ്രത്യേകിച്ച് PSC ബുള്ളറ്റിനാണ് മെയിൻ ആണ് നോക്കാറ്. പിന്നെ മോക്കപ്പ് സ്പീഡിയുടെ കറണ്ട് അഫയേഴ്സ് അങ്ങനെയായിരിക്കും. പിന്നെ സ്വൈലം തരുന്ന കറണ്ട് അഫയേഴ്സ്, പിന്നെ കുറെ യൂട്യൂബ് ചാനൽസ് ഞാൻ നോക്കുന്നുണ്ട്. ഇനി യൂട്യൂബ് ചാനലിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഒരു PSC ഉദ്യോഗാർത്ഥിക്ക് ആവശ്യത്തിന് വേണ്ട യൂട്യൂബ് ചാനൽസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. വേണ്ടവരാണെങ്കിൽ കമന്റ് ചെയ്താൽ മതി. കമന്റ് അനുസരിച്ചിട്ടായിരിക്കും ഞാൻ പറഞ്ഞുതരാം. കാരണം ഞാൻ കുറെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുന്നത്. എനിക്കിപ്പോ തോന്നുന്നു കോച്ചിങ് എടുക്കാണ്ട് യൂട്യൂബ് മാത്രം നോക്കിയിട്ട് പഠിച്ചാൽ മതി എന്ന് എനിക്കിപ്പോ തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ബിഗിനേഴ്സ് ആണ്, അല്ലെങ്കിൽ ഓൺലൈൻ കോച്ചിങ് അല്ലെങ്കിൽ ഓഫ്ലൈൻ കോച്ചിങ്ങിന് പോകാനോ ക്യാഷ് ഇല്ലാത്തവരാണോ അങ്ങനെയൊക്കെ ഒരുപാട് പേരുണ്ടാവുമല്ലോ, നമുക്ക് അറിയാത്ത ഒരുപാട് പേരുണ്ട്. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ട് യൂട്യൂബ് നോക്കി പഠിക്കാനാണ്, അല്ലെങ്കിൽ ടെലിഗ്രാം ചാനൽസ് നോക്കിയിട്ട് പഠിക്കാനാണ് പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ചെയ്യാം. വേണ്ടവർ കമന്റ് ചെയ്താൽ മതി. അപ്പോൾ ഈ PSC ബുള്ളറ്റിന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, എല്ലാവരും ചോദിക്കുന്നുണ്ട് ഞാൻ സബ്സ്ക്രിപ്ഷൻ എടുത്തു പക്ഷെ ഇതുവരെ വന്നിട്ടില്ലാന്ന്. നിങ്ങൾ ഇന്ന് സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ 1 മാസം കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് കയ്യിൽ കിട്ടുക. പിന്നെ 1 മാസം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞിട്ട് കൈ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളെ PSC ഓഫീസിലോട്ട് വിളിക്കുക. അവിടെ നിന്നും കോള് ചിലപ്പോൾ അറ്റൻഡ് ചെയ്യില്ല. കാരണം PSCക്കാർക്ക് അത്രേ ഉള്ളൂ, അവരങ്ങനെയൊന്നും കോളൊന്നും എടുക്കില്ല. എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളെ തിരുവനന്തപുരം ഹെഡ് ഓഫീസിലേക്ക് നിങ്ങൾക്ക് വിളിക്കുക. നമ്പർ വേണമെങ്കിൽ ഞാൻ കൊടുക്കാം. PSCയുടെ ഹെഡ് ഓഫീസ് നമുക്ക് തിരുവനന്തപുരത്തു നിന്നാണ് ഈ പോസ്റ്റിലായിട്ട് ഇവർ അയക്കുക. അപ്പം അവിടുത്തെ നമ്പറിൽ വിളിച്ച് ചോദിച്ചാലും ചിലപ്പോൾ റെസ്പോണ്ട് ചെയ്യുമായിരിക്കും. എന്താണ് കിട്ടാത്തതെന്ന് ചോദിച്ചാൽ മതി. അപ്പൊ അവർ ബൾക്കായിട്ട് എല്ലാം കൂടെ അയച്ചു തരുമായിരിക്കും. അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷെ എനിക്ക് എന്താണെന്ന് അറിയില്ല, 2 വട്ടം സബ്സ്ക്രിപ്ഷൻ എടുത്തു. 2 വട്ടമാണോ 3 വട്ടമാണോ എനിക്ക് ഓർമ്മയില്ല. എടുത്തൊരു വീഡിയോ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ, സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ താല്പര്യമുള്ളവരെ അത് പോയി കാണാം. ഈ വേർഷൻ എടുക്കരുത്, PDF ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുക. വെറും PSC ബുള്ളറ്റിൻ വേണം നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഞാൻ ആ വീഡിയോ തെറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു, കമന്റ് ആയിട്ട് ഞാൻ തിരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോ ഓക്കെ, എനിക്ക് ഇതുവരെ ഉള്ളതൊക്കെ വന്നുട്ടോ. എനിക്ക് മാർച്ചിൽ ഇപ്പം ഈ വീഡിയോ എടുത്ത് ഞാൻ മേലെന്ന് എടുത്ത് താഴെ പോയപ്പോഴത്തേനും മാർച്ച് മാസം അവസാനത്തെ 15-ാം തീയതി PSC ബുള്ളറ്റിൻ എനിക്ക് പോസ്റ്റ് റൂമിൽ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ച് നേരത്തെ കൊണ്ടു തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതും കൂടെ ഇതിൽ പിൻ ചെയ്ത് വെക്കായിരുന്നു പറഞ്ഞിട്ട്. പക്ഷെ കുഴപ്പമില്ല, അന്ന് തന്നെ എനിക്ക് കിട്ടുകയും ചെയ്തു. അന്ന് തന്നെ എനിക്ക് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു മാർച്ച് മാസത്തെ 15-ാം തീയതി PSC ബുള്ളറ്റിൻ കിട്ടിയോന്ന്. എനിക്ക് അപ്പൊ തന്നെ കയ്യിൽ കിട്ടിട്ടോ. എനിക്ക് കറക്റ്റായിട്ട് പോസ്റ്റ് റൂമിൽ കൊണ്ട് തരാറുണ്ട്. അത് എല്ലാ മാസവും 2 വട്ടം കിട്ടാറുണ്ട് കേട്ടോ, കുഴപ്പമില്ലാണ്ട് കിട്ടലുണ്ട്. ഓക്കെ, അപ്പൊ കറണ്ട് അഫയേഴ്സ് അത്രയും ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് തന്നെ ഞാനിത് വരുത്തണത്. പക്ഷെ ഇനിയിപ്പം അവിടേക്ക് എവിടെയും അവിടേക്ക് എന്ന് പറഞ്ഞ് ഞാൻ പോവാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ എങ്ങനെ അത് ഇപ്പൊ കിട്ടുന്നറിയില്ല. ഇനിയിപ്പോ വീട്ടിലോട്ട് വന്ന് ഇവിടുന്ന് വേറെ പോസ്റ്റിലായിട്ട് അയക്കേണ്ടി വരും. അതാണ് ഇപ്പൊ മുന്നിൽ കാണുന്ന ഒരു വഴി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് കുറച്ച് വീഡിയോസ് ഒക്കെ ആയിട്ട് ചെയ്യാം. ഓക്കെ, ഇനി കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്, പക്ഷെ എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടാത്തതുകൊണ്ടാണ്. പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഡിഗ്രീന്റെ എക്സാം ആവാനായി. ഫൈനൽ ഇയർ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ടഫാണ്. ബുക്കൊക്കെ കാണുമ്പോൾ തന്നെ പേടിയാവുന്നുണ്ട്. പിന്നെ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണ്, ഷിഗിനും ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് അതിന് കൊടുക്കണം. ടെക്സ്റ്റ് ബുക്ക് വായിച്ച് നോക്കാണ്ട് നമുക്ക് എക്സാം പോയി എഴുതാൻ പറ്റില്ല. ബബ്ബ പറഞ്ഞിട്ട് അവിടെ ഇരിക്കേണ്ടി വരും.
അപ്പൊ അങ്ങനെ അത് പഠിക്കണം. കൂടെ PSC പഠിക്കണം. കമ്പനി ബോർഡ് LGSും വെബ് ഒക്കെ എക്സാം വരുന്നുണ്ട്. അപ്പോ അത് എഴുതാൻ പറ്റുമോ ഇല്ലയെന്ന് എനിക്കറിയില്ല. ഞാൻ ഇപ്പോഴേ പറയുന്നുണ്ട്. ആ സമയത്ത് നാട്ടിലുണ്ടാവുമെന്ന് എനിക്കറിയില്ല. അപ്പൊ ആ സമയത്ത് വരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. സിറ്റുവേഷൻസ് അങ്ങനെയൊക്കെയാണ്. അപ്പൊ എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, എക്സാം വന്നിട്ട് എഴുതും. അത്യാവശ്യം മാർക്ക് വാങ്ങണം എന്നുണ്ട്. പ്രിലിംസ് എനിക്ക് അത്ര പേടിയില്ലെങ്കിലും മെയിൻസ് അത്യാവശ്യം നല്ല പേടിയുണ്ട്. എങ്ങനെയാവുന്നൊന്നും അറിയില്ല. പക്ഷെ എന്നായിരുന്നാലും കുഴപ്പമില്ല. നമ്മുടെ ടെസ്റ്റ് നമ്മൾ കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മൾ കമ്പനി ബോർഡ് LGSന് വേണ്ടിയിട്ടും വെബ് വേൾഡിക്ക് വേണ്ടി നമ്മൾ ടൈം ടേബിൾ ഒക്കെ ഇട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു 10 ദിവസമായി. അപ്പോൾ അതിനനുസരിച്ച് പഠിച്ച് നിങ്ങൾ പോവുക. സ്വയം സെൽഫ് നോട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു. ബൈ ബൈ.